ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹൈറേഞ്ചിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ ഹൈറേഞ്ചിൽ ഇപ്പോൾ കാര്യങ്ങളൊക്കെ വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും ചില ആൾക്കാരൊക്കെ അതിനെ മാക്സിമം തടിച്ചു നിർത്താൻ ശ്രമിക്കുന്നുണ്ട്. നമ്മുടെ ഹൈറേഞ്ചിൻ്റെ CEO ആയ ശ്രീന പ്രതാപൻ ആണെങ്കിൽ ഓരോ പോലീസ് സ്റ്റേഷനിലും ഓരോ ദിവസവും കയറി ഇറങ്ങി വളരെ ബിസിയാണ്. ഇന്ന് കണ്ണൂരിൽ രജിസ്റ്റർ ചെയ്ത 4 കേസുകളിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പേ ഹാജരായി. അടുത്ത ദിവസം കോഴിക്കോട്, പിന്നെ തൃശ്ശൂർ, അങ്ങനെ പോകുന്നു അവരുടെ കാര്യങ്ങൾ. ഇതിനൊക്കെ കാരണമെന്ന് പറയുന്നത് നിരവധി ആൾക്കാരെ പുതുതായി FIR രജിസ്റ്റർ ചെയ്യുന്നതാണ്. എന്നാൽ ഇപ്പോൾ ഇവരുടെ ഗ്രൂപ്പുകളിൽ പറയുന്നത് ആരും തന്നെ FIR രജിസ്റ്റർ ചെയ്യരുത്, FIR രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ കേസ് നീണ്ടു പോകും എന്നാണ്. എന്നാൽ ഇത് തീർത്തും ഒരു തെറ്റായ ഒരു കാര്യമാണ്. ഇപ്പോൾ ഹൈക്കോടതിയിലുള്ള കേസ് പോലും നീണ്ടുപോകും എന്നാണ് ഇവർ പറയുന്നത്. ഹൈക്കോടതിയിലുള്ള കേസ് എന്ന് പറയുന്നത് 2023 സെപ്റ്റംബറിൽ രജിസ്റ്റർ ചെയ്ത കേസാണ്. അത് കാരണമാണ് ഇപ്പോൾ ബഡ്സ് അതോറിറ്റി തന്നെ പ്രൊവിഷണൽ അറ്റാച്ച്മെൻറ്റ് ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നത്. അതാണ് സെഷൻസ് കോടതി ശരിവച്ച് ഇപ്പോൾ അപ്പീൽ വാദിക്കാൻ പോയിരിക്കുന്നത്. ഇതുവരെ അപ്പീലിൽ കമ്പനിയുടെ കാര്യങ്ങൾ വാദിച്ചിട്ടില്ല. എന്നിരുന്നാലും ഇവർ പറയുന്നത് FIR രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ കേസുകൾ നീണ്ടുപോകും എന്നാണ്. അങ്ങനെ യാതൊരു കാര്യവുമില്ല. FIR രജിസ്റ്റർ ചെയ്താൽ മാത്രമേ ഈ നിങ്ങളുടെ ക്ലെയിമിന് ഒരു സപ്പോർട്ട്, പോലീസിൻ്റെ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നിങ്ങളുടെ ക്ലെയിമുകളുടെ സാധ്യത പരിശോധിക്കപ്പെടുകയുള്ളൂ. അല്ലെങ്കിൽ ഇത് ബിനാമി പേരിലുള്ള നിക്ഷേപമാണെന്നും ഇത് യഥാർത്ഥ നിക്ഷേപകനല്ല എന്നും ഒക്കെ പറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് FIR രജിസ്റ്റർ ചെയ്യുക, അതിൽ പോലീസ് അന്വേഷിക്കുക, പോലീസ് റിപ്പോർട്ട് കൊടുക്കുക എന്നുള്ള കാര്യങ്ങൾ നമ്മൾ FIR രജിസ്റ്റർ ചെയ്യുന്നതിലൂടെ സാധ്യമാവും. FIR രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ FIR രജിസ്റ്റർ ചെയ്യുന്നവരല്ല ഈ കേസ് വാദിക്കേണ്ടത്, സംസ്ഥാന സർക്കാരാണ് PPA വെച്ച് ഈ കേസ് വാദിക്കേണ്ടത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ കാര്യം എന്ന് പറയുന്നത്. FIR രജിസ്റ്റർ ചെയ്യാനോ അതിനുശേഷമോ നിങ്ങൾക്ക് യാതൊരു സാമ്പത്തിക ബാധ്യതയും വരുന്നതല്ല. എന്നിരുന്നാലും FIR രജിസ്റ്റർ ചെയ്യാതെ ആയിരക്കണക്കിന് പേർ ഇപ്പോൾ പുറത്തു നിൽക്കുന്നുണ്ട്.